ഈ ജെനിമൻ ഫാർമക്കാൻ, അതായത് R&D ലാബിന്റെ വൺ ഓഫ് ദ ഡയറക്ടർ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ അസീം കെ ദത്താറായ്. ഇദ്ദേഹമാണ് നമ്മുടെ ഈ ബിസിനസിന്റെ കീ പേഴ്സൺ എന്ന് പറയാം. ശരിക്കും ബിസിനസിന്റെ പ്രൊമോഷന് നമ്പർ 1 പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത് ഈ സയന്റിസ്റ്റിനെയാണ്. ആരാണ് ഇദ്ദേഹം എന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾക്കാരനാണ്. ജനിച്ചത് വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. പക്ഷെ പഠിച്ചതെല്ലാം US, അമേരിക്കയിലെ MD PhD മെഡിസിൻ എല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്തു. 2000 മുതൽ അദ്ദേഹം നോർവേ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇദ്ദേഹം ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് ബയോകെമിസ്ട്രിയിലെ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു 30-ലധികം പാറ്റൻസ് ഉണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ പാറ്റൻസ് അദ്ദേഹത്തിനുണ്ട്. 385-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ, ഒറിജിനൽ കോൺട്രിബ്യൂഷൻസ്, റിവ്യൂസ്, ബുക്സ്, ബുക്ക് ചാപ്റ്റേഴ്സ്, ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസ് ഇതൊക്കെ ഈ ലോകം മുഴുവനും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പല മെഡിക്കൽ ജേർണലുകളുടെയും ചീഫ് എഡിറ്ററായി അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ വിഷയങ്ങളും വിക്കിപീഡിയ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇദ്ദേഹത്തിന്റെ പേര് കൊടുത്ത് സെർച്ച് ചെയ്താൽ വിക്കിപീഡിയയിൽ കാണുന്ന ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1987 മുതൽ ഇദ്ദേഹം ഓരോ വർഷങ്ങളും ഈ ലോകം മുഴുവനുമുള്ള മെഡിസിനുമായി ബന്ധപ്പെട്ട്, മെഡിക്കലുമായി ബന്ധപ്പെട്ട് ഈ ലോകം മുഴുവനുള്ള വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംഘടനകൾ, NGOസിൽ ഇദ്ദേഹം അവാർഡ്സും റിവാർഡ്സും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. 87-ൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തുടങ്ങി. ഇങ്ങനെ ഓരോ വർഷവും 98, 2000 ഫെലോ ഓഫ് ഇന്റർനാഷണൽ കോളേജ് ഓഫ് ന്യൂട്രീഷൻ, ഇങ്ങനെ ഹോണററി പ്രൊഫസർ ഇന്റർനാഷണൽ കോളേജ് ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ, എക്സിക്യൂട്ടീവ് മെമ്പർ യൂറോപ്യൻ അക്കാഡമി ഓഫ് ന്യൂട്രീഷൻ. ഇങ്ങനെ ഓരോ വർഷങ്ങളും ഇതൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അത്രയും സ്കോളറാണ്, ഒരു സയന്റിസ്റ്റ് ആണ്, ഇന്റർനാഷണൽ സയന്റിസ്റ്റ് ആണ്. ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷെ ഇന്റർനാഷണൽ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഒരു പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം നമ്മുടെ നോബൽ പ്രൈസ്, മെഡിസിൻ നോബൽ പ്രൈസ് ഓരോ വർഷവും സയൻസിൽ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കൊടുക്കാറുണ്ട്. സെലക്ഷൻ, ആ കമ്മിറ്റിയിലെ സെലക്ഷൻ കമ്മിറ്റിയിലെ വൺ ഓഫ് ദ മെമ്പർ ആണ് ഇദ്ദേഹം. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ICMR എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ ഗവൺമെന്റ് ബോഡി ഉണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഇന്ത്യയിലെ മെഡിസിൻ ആവട്ടെ, വാക്സിൻ ആവട്ടെ, എന്ത് പുതിയ ഒരു വാക്സിനോ മെഡിസിനോ മാർക്കറ്റിൽ ഇറങ്ങണമെങ്കിൽ ICMR അപ്രൂവ് ചെയ്യണം. ഇപ്പൊ കൊറോണ വാക്സിൻ, കുറെ കമ്പനികളുടെ വാക്സിൻ വന്നല്ലോ, അതെല്ലാം ഇവർ അപ്രൂവ് ചെയ്യണം. റിസർച്ചിലൂടെ അവർ സ്റ്റഡി ചെയ്തിട്ട് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇന്ത്യയിൽ ഒരു മെഡിസിനോ വാക്സിനോ ഇറക്കാൻ പറ്റുള്ളൂ, ഏതൊരു കമ്പനിക്കും ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇദ്ദേഹം ICMR ഇദ്ദേഹത്തെ, നമ്മുടെ സയന്റിസ്റ്റ് അസീം സാറ് ഒരു ചീഫ് ഗസ്റ്റ് ആക്കി ക്ഷണിച്ച് കഴിഞ്ഞ ജനുവരി 20 ICMRയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹൈദരാബാദിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂട്രീഷൻ, NIN എന്ന് പറയും, NIN. അതിൽ ഇദ്ദേഹത്തെ വിളിച്ച് അവിടെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അവിടുത്തെ സയന്റിസ്റ്റുകൾ, ഡോക്ടേഴ്സിന്, അവിടുത്തെ സ്റ്റുഡൻസിന് ഇദ്ദേഹത്തിന്റെ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും റിസർച്ചിന് ക്ലാസ് കൊടുത്തിട്ട് 20 ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അദ്ദേഹം വന്നത് കോയമ്പത്തൂരിലെ യാർഡ് ലാബ്സിന്റെ തമിഴ്നാട് ലോഞ്ചിങ് പ്രോഗ്രാമിന് വേണ്ടി, നമ്മുടെ ടീമിന് വേണ്ടി ഒരു 200 പേരിലധികം പേര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ ഇതുവരെ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും, നല്ല കമ്പനികൾ, നല്ല പ്രോഡക്റ്റുകൾ 20-25 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളിലും നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത്രയും പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റ് ഈ കമ്പനിയുടെ വൺ ഓഫ് ദ മെമ്പർ, അതായത് വൺ ഓഫ് ദ പാർട്ടാണ്. ജസ്റ്റ് ഒരു ബൈൻഡിങ് ഒന്നുമല്ല, അഗ്രിമെന്റ് അല്ല. ഇദ്ദേഹം ജെനിമൻ ഫാർമക്കാൻ ലാബിന്റെ ചീഫ് സയന്റിസ്റ്റ് ആൻഡ് ഡയറക്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്, ഇദ്ദേഹത്താണ് നമ്മുടെ പ്രൊഡക്ട്സിന്റെ ചീഫ് സയന്റിസ്റ്റ്. ഓക്കെ, റൈറ്റ്. ഇനി പ്രൊഡക്ട്സ്, ഞാൻ ഇപ്പൊ പറഞ്ഞത് കമ്പനിയുടെ ഒരു പ്രൊഫൈൽ, എന്തൊക്കെയാണ് കമ്പനിയുടെ പ്രൊഫൈൽ എന്നുള്ള ഒരു ഔട്ട്ലൈൻ. ഇനി ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ് എന്തൊക്കെയാണ്. പ്രൊഫൈൽ കഴിഞ്ഞാൽ പ്രോഡക്ട്സ്. നമുക്കറിയാം, പ്രൊഡക്ട്സിന് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമുക്കറിയാവുന്ന കുറെ പേരുണ്ട്, പ്രഗത്ഭരായ, പോപ്പുലാരിറ്റി, എന്ത് പറയാ, അന്തസ്ത്, അധികാരം എല്ലാം ഉള്ള പലരുണ്ടായിരുന്നു.
ഈ കാണുന്ന ഇപ്പൊ നമ്മൾ കുറച്ചുപേര് ഈ സ്ക്രീനിലുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു കാര്യത്തിൽ ഇവരെല്ലാം സാമ്യമാണ്. ദാറ്റ് മീൻസ് ഒരു കണക്റ്റഡ് ആണ് ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം. ഒരു കാര്യം, ഇവരാരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല അല്ലെ, അതൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാവരും മരിച്ചത് അറ്റാക്കിലാണ്, ഹാർട്ട് ഡിസീസ് ആൻഡ് ഹാർട്ട് അറ്റാക്കിലാണ്. ശരിയല്ല? അപ്പോ ഇത്രയും വലിയ വലിയ ആൾക്കാർ എപ്പോഴും ഡോക്ടർ ടീം കൂടെ തന്നെ ഉണ്ടാവും, അധികാരമുണ്ട്, പണമുണ്ട്, എത്ര കോടി വേണമെങ്കിലും ചെലവാക്കാൻ പറ്റും എന്നുള്ള എല്ലാം ഉണ്ടായിട്ടും ഇവർക്കും ഒരു സാധാരണക്കാരനായ നമുക്കും നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണക്കാരനും ഒരുപോലെ അറ്റാക്ക് വരുന്നുണ്ട്. ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്കനുസരിച്ച് 2017 സെൻസസ് ആണത്, സർവേ അനുസരിച്ച് ഈ ലോകത്തിൽ മരിക്കുന്നവരിൽ ടോപ്പ് 10 റീസൺസ്, കൂടുതൽ പേര് മരിക്കുന്ന നമ്പർ 1 റീസൺ, കൂടുതൽ പേര് മരിക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്, ഹാർട്ട് ഡിസീസ് ആണ്. രണ്ടാമത്തത് ക്യാൻസർ. ഇപ്പൊ നമ്പർ 1 റീസൺ, അതായത് 100 പേര് മരിക്കുകയാണെങ്കിൽ അതിൽ 32 പേര് മരിക്കുന്നത് അറ്റാക്കിലാണ്, ഹാർട്ട് ഡിസീസ് ആൻഡ് ഹാർട്ട് അറ്റാക്കിലാണ്. ഇതിനു വേണ്ടി, ഈ നമ്പർ 1 കില്ലർ ഡിസീസിന് വേണ്ടി അദ്ദേഹം ഒരു പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്തു, ഈ സയന്റിസ്റ്റ് അസിൻസ. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കമ്പനികളിൽ കാർഡിയോവാസ്കുലർ സപ്പോർട്ട്, ഹാർട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് കുറെ പ്രൊഡക്ട്സുകൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളാണ്, പോഷണങ്ങളാണ്, എല്ലാം ഓക്കെ. പക്ഷെ ഈ ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഏറ്റവും ഒരു ഡിഫറൻ്റ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രോഡക്റ്റിൽ 2 ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൊളസ്ട്രോളിന്റെ ബ്ലോക്ക് കൊണ്ടാണെന്ന്. ശരിയാണ്, അത് 100% ശരിയാണ്. നമ്മുടെ രക്തക്കുഴലുകളിൽ ഇതുപോലത്തെ ബ്ലോക്കുകൾ, ഈ മഞ്ഞ കളറിൽ കാണുന്ന ബ്ലോക്കുകൾ നമ്മുടെ ശരീരത്തിൽ 1, 2, 3, 4 ഉണ്ടാവും. ഒരാൾക്ക് എന്തെങ്കിലും പെയിൻ വന്ന് അറ്റാക്ക് വന്ന് പോയിട്ട് ആൻജിയോ ചെയ്യുമ്പോൾ പറയാറില്ല നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, 4 ബ്ലോക്ക് ഉണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്. അത് തന്നെയാണ്, ഒരെണ്ണം മാത്രമല്ല, പല സ്ഥലത്തും ഇതുപോലത്തെ നമ്മുടെ രക്തക്കുഴലുകളിൽ, പ്രത്യേകിച്ച് ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസില്, വെയിൻസില്, തലച്ചോറിന് ബ്രെയിനിൽ പോകുന്ന വെയിൻസില്, ഇവിടെയൊക്കെ ഇതുപോലത്തെ ബ്ലോക്കുകൾ വരും. പക്ഷെ ഒരു കാര്യം, ഈ ബ്ലോക്കുകൾ, ഈ ഇതുപോലത്തെ ആത്രോസ്ലെറോസിസ് അല്ലെ പ്ലേഗ് എന്ന് പറയും, പ്ലേഗ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബ്ലോക്ക് എന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം. ഇത് വരാൻ വർഷങ്ങൾ പിടിക്കും. 1, 2, 1 മാസം, 2 മാസം, 1 വർഷം, 2 വർഷം കൊണ്ടൊന്നും ഇത് വരില്ല. ചെറുതായിട്ട് വന്നിട്ട് ഇതിങ്ങനെ വളർന്ന് ഡെവലപ്പായി 80%, 90%, 100% ഒക്കെ എത്തുമ്പോഴാണ് ഈ രക്തത്തിന്റെ ഒഴുക്കിൽ തടസ്സം വരികയും അറ്റാക്ക് വരികയും ചെയ്യുന്നത്. തലച്ചോറിലേക്ക് പോകുന്ന ഒരു രക്തക്കുഴലിൽ ഇതുപോലെ വന്നാൽ സ്ട്രോക്ക് വരും, അല്ലെ? ഇങ്ങനെയാണ്. ഇത് എവിടെ വേണമെങ്കിലും വരാം. ഇത് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ആർട്ടറീസിലാണ്, ഹാർട്ടിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലുള്ള ആർട്ടറീസിലാണ്. പക്ഷെ ഈ ബ്ലോക്ക് വരാൻ 15, 20, 30 വർഷം വേണ്ടി വരും. ഇത് ഡെവലപ്പ് ആവാൻ ഒരു 80-90% എത്താൻ വർഷങ്ങൾ വേണ്ടി വരും. 1, 2 ദിവസം കൊണ്ടോ, 1 മാസം കൊണ്ടോ, 1 വർഷം കൊണ്ടോ ഒന്നും ഇത് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യില്ല. ശരിയാണ്, ബ്ലോക്ക് ഒരു കാരണം തന്നെയാണ്, കൊളസ്ട്രോൾ ബ്ലോക്ക് ഒരു കാരണം തന്നെയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു വിഷയം കൂടി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹം. അതായത് നമ്മുടെ രക്തത്തിൽ എന്തൊക്കെ ഉണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, കുറേ കോമ്പണൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും WBC, RBC, പ്ലേറ്റ്ലെറ്റ്, ഈ 3 എണ്ണം ഉണ്ട്. നമ്മുടെ സ്കൂളിലും കോളേജിലും നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതില് ഈ പ്ലേറ്റ്ലെറ്റ് എന്തിനു വേണ്ടിയാണ്? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ പ്ലേറ്റ്ലെറ്റ് നമ്മൾ കേട്ടു തുടങ്ങിയത് തന്നെ ഈ ഡെങ്കിപ്പനി വന്നപ്പോഴാണ്. ഈ ഡെങ്കിപ്പനി വന്നപ്പോൾ പലരും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു, ആള് മരിച്ചു. ഇത് 1.5 ലക്ഷത്തിന് താഴെ പോയി, 40,000 20,000 ആള് മരിച്ചു. ശരിയാണ്, പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറഞ്ഞാൽ, വല്ലാതെ കുറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ശരിക്കുമുള്ള ആക്ടിവിറ്റി എന്തിനാണ്? നമ്മുടെ ശരീരത്തെ അതിന്റെ പ്രവർത്തനം, ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തെ എവിടെങ്കിലും ഒരു മുറിവേറ്റ്, രക്തക്കുഴലിൽ എവിടെങ്കിലും കട്ടായി, രക്തക്കുഴലുകൾ മുറിഞ്ഞിട്ട് രക്തം നഷ്ടപ്പെടുമ്പോൾ, കയ്യിലോ കല്ല് എവിടെയെങ്കിലും, ശരീരത്തെ എവിടെങ്കിലും രക്തം നഷ്ടപ്പെടുമ്പോൾ, ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഈ പ്ലേറ്റ്ലെറ്റുകൾ എല്ലാം, രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ എല്ലാം ആ ഭാഗത്തേക്ക് ഓടി എത്തുകയും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി, തടസ്സമുണ്ടാക്കി, ആ ഹോള്, ആ മുറിഞ്ഞ ഭാഗം ബ്ലോക്ക് ചെയ്ത് രക്തം വീണ്ടും നഷ്ടപ്പെടാതെ തടയുകയും ചെയ്യുകയാണ് ഈ പ്ലേറ്റ്ലെറ്റിന്റെ പ്രധാനമായിട്ടും ഒരു ഫങ്ഷൻ. ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയും. ഇത് നല്ലതാണ്. നോർമൽ ആയിട്ട് ഇതിന്റെ ആക്ടിവിറ്റി, ഈ അഗ്രിഗേഷൻ ആക്ടിവിറ്റി, ക്ലോട്ടിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 30 മുതൽ 40% മാത്രമേ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. ശരീരത്തിന് പുറത്ത് സംഭവിച്ചാൽ ഇത് നല്ലതാണ്. പക്ഷേ ഇതിനൊരു വേറൊരു വശം കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലി കാരണം ഇതൊക്കെയാണ് കാരണങ്ങൾ. നമ്മുടെ മെന്റൽ സ്ട്രെസ്, ഇനാക്ടിവിറ്റി, ശരീരം അനങ്ങുന്നില്ല പലരും. നമ്മുടെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതേപോലെ ഭയങ്കര കഠിനമായിട്ടുള്ള എക്സസൈസുകള്, ഷുഗർ, മെഡിസിൻസ്, മൊബൈൽ റേഡിയേഷൻ, പുകവലി, മദ്യം, ഇതുപോലുള്ള പല 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 കാരണങ്ങളാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റുകൾ ഹൈപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ വെച്ചാൽ ക്ലോട്ടിംഗ് ആവുന്നത് 40% ഉണ്ടാവേണ്ട ആ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ആ ക്ലോട്ടിംഗ് കപ്പാസിറ്റി 80 മുതൽ 90% പെട്ടെന്ന് റൈസ് ആവും. ഇത് ആവശ്യമില്ലാത്ത സ്ഥലത്ത്, ആവശ്യമില്ലാത്ത സമയത്ത് എവിടെയെങ്കിലും രക്തക്കുഴലുകളിൽ വെച്ച് ഇത് ക്ലോട്ടിംഗ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? കാരണം നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പ്ലേറ്റ്ലെറ്റിൽ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ശരീരം അനങ്ങാതെ നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇനാക്ടിവിറ്റി, കൂടുതൽ പ്രവർത്തനമില്ലാതെ, വ്യായാമമില്ലാതെ, ശരീരം അനങ്ങാതെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്ലേറ്റ്ലെറ്റിന്റെ ക്ലോട്ടിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. പുകവലിക്കുന്നവർക്ക് ഈ മൈക്രോ പാർട്ടിക്കിൾസ്, ഈ പ്ലേറ്റ്ലെറ്റ് ഒരു ചെറിയ 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 ഡ്രോപ്സുകൾ, മൈക്രോ പാർട്ടിക്കിൾസ് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെന്തിനു വേണ്ടിയാ വെച്ചാൽ മറ്റുള്ള പ്ലേറ്റ്ലെറ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. അത് ഈ മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചെറിയ 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 മൈക്രോ പാർട്ടിക്കിൾസിനെ ഈ പ്ലേറ്റ്ലെറ്റ് രക്തത്തിലേക്ക് വിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് നോർമൽ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 മുതൽ 40% നോർമൽ പ്ലേറ്റ്ലെറ്റിന്റെ ആക്ടിവിറ്റി. പക്ഷെ ഈ പുകവലി കൂടുതലുള്ളവർക്ക് ഇത് ആവശ്യത്തിൽ കൂടുതൽ ഈ പ്ലേറ്റ്ലെറ്റ് മൈക്രോ പാർട്ടിക്കിൾസ് റിലീസ് ചെയ്ത് മറ്റുള്ള പ്ലേറ്റ്ലെറ്റ് ആകർഷിക്കും. അതേപോലെ ഇറച്ചി കഴിക്കുന്നവർക്കും മത്സ്യം കഴിക്കുന്നവരും തമ്മിലുള്ള ആ പ്ലേറ്റ്ലെറ്റിന്റെ മെംബ്രൈൻസിന്റെ സ്ട്രക്ചർ വേറെയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ ഭക്ഷണ രീതിയും ജീവിതശൈലികളും എല്ലാം പ്ലേറ്റ്ലെറ്റിൽ ഉണ്ടാവും. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് കാരണം ഈ പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, ഇന്നത്തെ കാലത്ത് ഈ പ്ലേറ്റ്ലെറ്റ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർ അഗ്രിഗേഷൻ ആക്ടിവിറ്റി. ഇത് സാധാരണ നല്ല നോർമൽ ആയിട്ടുള്ള രക്തക്കുഴല് ഇവിടെ ഇത് വന്നു, കൊളസ്ട്രോൾ ബ്ലോക്ക് പൊന്തിച്ച് വരുന്നുണ്ട്. ഒരു ഘട്ടത്തെ എന്ത് സംഭവിച്ചാൽ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, 5, 10, 20 വർഷമോ വേണ്ടി വരും ഇതുപോലത്തെ ഒരു ബ്ലോക്ക് വരാൻ. പക്ഷെ ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദിവസം ചെറുതായിട്ടൊന്ന് പൊട്ടും. ഈ ബ്ലോക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആവും. ഇവിടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ആ ചെറിയ ഓപ്പൺ ആയ, റപ്ചറായ ആ ഭാഗത്തേക്ക് ശരീരത്തിലുണ്ടാകുന്ന മുഴുവൻ പ്ലേറ്റ്ലെറ്റുകളും ഓടിയെത്തി അത് ക്ലോട്ട് ചെയ്യാൻ ശ്രമിക്കും. അതാണല്ലോ അതിന്റെ ഫങ്ഷൻ. പക്ഷെ ഇത് ഹൈപ്പർ ആക്ടിവിറ്റി ആയി വർക്ക് ചെയ്യുന്ന കാരണം ഈ ബ്ലോക്കിന്റെ മുകളിൽ വീണ്ടും ഈ പ്ലേറ്റ്ലെറ്റുകൾ അടിഞ്ഞുകൂടി സഡൻ ഡെത്ത് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടാകാൻ, കൊളസ്ട്രോൾ ബ്ലോക്ക് ഉണ്ടാവാൻ, അസ്ത്രോസ്ലറിസിസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ടാവാൻ 20 വർഷം വേണ്ടി വരും. പക്ഷെ ഈ പറയുന്ന ത്രോംബോസിസ്, പെട്ടെന്ന് ഈ പ്ലേറ്റ്ലെറ്റ് അടിഞ്ഞുകൂടാൻ ആഴ്ചകളോ ദിവസങ്ങളോ മതി. ഇതുപോലെ സംഭവിച്ചതാണ് ഇന്ന് കാണുന്ന പല മരണങ്ങളും. ചെറുപ്പക്കാരായ പിള്ളേർ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നതും, ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നതും, അങ്ങനെ വാക്കിങ്ങും ജോഗിങ്ങും പോകുമ്പോൾ മരിക്കുന്നതും, അതിന്റെ കാരണം ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഇത് കണ്ടുപിടിച്ച അദ്ദേഹം അതിനുവേണ്ടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റേയും കണ്ടുപിടിച്ചു. ഒരുപാട് പഴങ്ങൾ, ഫ്രൂട്ട്സിനൊക്കെ എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് അതിനുള്ള എക്സ്ട്രാക്റ്റിനെ വേർതിരിച്ചെടുത്ത് ഈ പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറ്റുമോ എന്ന് റിസർച്ച് ചെയ്ത് 9 വർഷം റിസർച്ചിന് ശേഷം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കിവി പഴത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത എക്സ്ട്രാക്ട്. കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ട് അദ്ദേഹം വേർതിരിച്ചെടുത്ത് അത് തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു?
വോളണ്ടിയേഴ്സിന് കൊടുത്ത് ഹ്യൂമൻ ട്രയൽ കംപ്ലീറ്റ് ചെയ്തു, മനുഷ്യർക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത്. കാരണം കിവി പഴത്തിൽ നിന്ന് എടുത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണല്ലോ. അത് വോളണ്ടിയേഴ്സിന് കൊടുത്ത് അത് പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് ആ പറയുന്ന ത്രോംബോസിസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബ്ലോക്കുകളെല്ലാം ഡിസോൾവ് ചെയ്ത് കാണിച്ച് പ്രൂവ് ചെയ്ത് അദ്ദേഹം അതിനെ പാറ്റന്റ് എടുത്തു, പാറ്റന്റ് അവകാശം എടുത്തു, യൂറോപ്യൻ പാറ്റന്റ് അവകാശം. ഇതാണ് അതിന്റെ നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, ഏത് ഡോക്ടറോടും സയന്റിസ്റ്റോടും ചെന്ന് പറയാം, ഈ നമ്പർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഈസ് എ പാറ്റന്റ് മോളിക്യൂൾ ഓഫ് അസിം സാർ, ഡോക്ടർ സയന്റിസ്റ്റ് അസിം കെ ദത്താറായ്. ഈ എക്സ്ട്രാക്ട് ആഡ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ എക്സ്ട്രാക്റ്റിന് ഇത് ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞതിന്റെ തെളിവുകളാണ്. വിവിധ രാജ്യങ്ങളിൽ 8 ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. 8 ഹ്യൂമൻ ട്രയൽ. എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ഒരു കമ്പനിയിലും ഹ്യൂമൻ ട്രയൽ കഴിഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കാരണം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് വേണ്ട ഒരു പ്രോട്ടീൻ പൗഡറിനോ ഒരു നോനി ജ്യൂസിനോ ഒരു അല്ലെങ്കിൽ ഒരു ക്ലോറോഫിൽ ജ്യൂസിനൊന്നും അത് വേണമെന്ന്, കാരണം അത് പോഷകമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല. പക്ഷെ ഈ പ്രോഡക്റ്റ് പ്രൂവ് ചെയ്യണം, ഇത് പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കും, ഫ്ലോട്ടിങ് ബ്ലോക്കുകൾ ഡിസോൾവ് ചെയ്യും എന്നൊക്കെ തെളിയിക്കണമെങ്കിൽ അതിന് ഹ്യൂമൻ ട്രയൽ വേണം. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്രൂഫാണ് ഇതൊക്കെ കാണുന്നത്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ, ഇങ്ങനെ ഓരോരോ ലോകം മുഴുവനുള്ള വിവിധ മീഡിയയിൽ വന്നതാണിത്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട്. അത് ചേർത്ത കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് ചേർത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ടിനെ ഓസ്ലോ യൂണിവേഴ്സിറ്റി, നോർവേയുടെ തലസ്ഥാനം ഓസ്ലോ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാർട്ടിഫൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് 30 ക്യാപ്സുൾ ഉണ്ടാകും. ഒരെണ്ണം വെച്ച് കഴിച്ചാൽ, ഒരു ദിവസം ഒരെണ്ണം കഴിച്ചാൽ ഹാർട്ടിഫൈൻ എ ഡേ, ഒരു ദിവസം ഒരു ഹാർട്ടിഫൈൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് ജീവിതകാലം മുഴുവനും മാറ്റി നിർത്താൻ പറ്റും. എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ? ഇതിലെ ഈ പ്രോഡക്റ്റിൽ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് എൽ ആർജിനിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അമിനോ ആസിഡ് ആണ്. നമ്മുടെ പല ഭക്ഷണത്തിൽ അതുണ്ട്, പക്ഷെ പ്രോപ്പർ അല്ല, ഇൻസഫിഷ്യന്റ് ആണ്, ഡിഫിഷ്യന്റ് ആണ്. അത് കാരണം ഇതിലെ എൽ ആർജിനിൻ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും ചേർത്തിട്ടുണ്ട്. എൽ ആർജിനിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും അതിനെ ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യും. കാരണം പ്രായം കൂടുന്തോറും രക്തക്കുഴലുകൾ ഹാർഡായി മാറും, കട്ടിയുള്ളതായി മാറും. അപ്പൊ രക്തത്തിന്റെ ഒഴുക്ക് ഫ്ലോ കുറയും. അപ്പൊ ഈ എൽ ആർജിനിൻ രക്തക്കുഴലുകളെ ഫ്ലെക്സിബിൾ ആക്കും, വികസിപ്പിക്കും. നമ്മുടെ കിവി ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ത് ചെയ്യും? എനർജി കൂട്ടും, നമ്മുടെ ശരീരത്തിൽ എനർജി കൂട്ടും. കാർഡിയോവാസ്കുലർ ഡാമേജ്, നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ച് നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. പ്ലേറ്റ്ലെറ്റ് ഹൈപ്പർ ആക്റ്റീവ് കാരണം ഉണ്ടായ ത്രോംബോസിസ്, രക്തം കട്ട പിടിച്ച ക്ലോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക്, കൊളസ്ട്രോൾ ബ്ലോക്ക്, ഇതെല്ലാം ഡിസോൾവ് ചെയ്യും. രക്തത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. എത്ര BP ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഡയബറ്റിക് പേഷ്യൻസിന്റെ, ഷുഗർ പേഷ്യൻസിനെ ആ ഇൻസുലിനെ റെഗുലേറ്റ് ചെയ്യും. കിഡ്നി ഡിസീസ്, അത് ഷുഗർ പേഷ്യൻസിന് പ്രത്യേകിച്ച് ഉണ്ടാവുന്ന പ്രോബ്ലമാണ്. ഒന്നാണ് കിഡ്നിയിലെ ഫങ്ഷൻസ് കുറയുന്നത്. അതായത് നമുക്കറിയാം ക്രിയാറ്റിനിൻ കൂടുക, യൂറിക് ആസിഡ് കൂടുക. കാരണം ഡയബറ്റിക്സ് ആദ്യം ബാധിക്കുന്നത് കിഡ്നി, കണ്ണ്, ഹാർട്ട്, ബ്രെയിന്. ഇതിലൊക്കെ ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുമ്പോഴാണ് അതൊക്കെ കേടുവരുന്നത്, ആ ഓർഗൻസ് ഒക്കെ കേടുവരുന്നത്. അത് റിവേഴ്സ് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. നമ്മുടെ എക്സസൈസ്, നമ്മുടെ പെർഫോമൻസ് ആക്ടിവിറ്റി കൂട്ടും. കണ്ണ്, സ്കിന്ന്, മുടി മുതൽ എല്ലാത്തിനും ഇത് നോർമൽ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ പ്രൂവൺ ആയിട്ടുള്ള, പാറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഹാർട്ടിഫൈൻ എന്ന ഈ പ്രോഡക്റ്റ്. ആർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ലൈഫ് ടൈം ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കഴിക്കുകയാണെങ്കിൽ ഷുഗറോ BPയോ ബ്ലോക്കോ അറ്റാക്കോ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ചുരുങ്ങിയത് ഒരു 4 മാസം മുതൽ 6 മാസം ഇത് തുടർച്ചയായിട്ട് കഴിച്ചാൽ അടുത്ത 10 വർഷത്തേക്ക് ഹാർട്ടിനെ കുറിച്ച് നിങ്ങൾ വറിയുടെ ആവശ്യമില്ല. അത്രയ്ക്കും പ്രൂവൺ ആയിട്ടുള്ള. പിന്നെ ഒരു വിഷയം, ഈ പ്രോഡക്റ്റ് ഈ ലോകത്തിൽ തന്നെ നമ്മുടെ കമ്പനി യാർഡ് ലാബ്സിൽ മാത്രം കൽക്കട്ടയിൽ മാനുഫാക്ചറിങ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് ആണ്. വേറെ ഒരാൾക്കും ഇത് കോപ്പി ചെയ്യാൻ പറ്റില്ല.
യുണീക്ക് പ്രൊഡക്റ്റ് ആണ് ഒന്ന്. അടുത്ത പ്രൊഡക്റ്റ് CBD ഓയിൽ, യുണീക്ക് ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് CBD ഓയിൽ. എന്താ CBD ഓയിൽ? നമ്മുടെ മനുഷ്യ ശരീരത്ത് കുറെ സിസ്റ്റംസ് ഉണ്ട്. സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, ഇങ്ങനെ കുറെ സിസ്റ്റംസ് ഉണ്ട്. 10-11 തരം സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാതെ നമ്മുടെ കണ്ണിലൂടെ കാണാൻ പറ്റാത്ത ഒരു സിസ്റ്റം ഉണ്ട്. സോഫ്റ്റ്വെയർ പോലെ, കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ പോലെ നമ്മുടെ ബ്രെയിനിലും നമ്മുടെ തലച്ചോറിലും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലും ഫങ്ഷൻ ആവുന്ന ഒരു തരം സിഗ്നലിംഗ് സിസ്റ്റം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി ചെയ്യുന്ന ഒരു എൻഡോ കനാബിനോയിഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. ഇത് കണ്ടുപിടിച്ചത് തന്നെ 90-ലാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കാരണം സ്കൂളിലോ കോളേജിലോ ഞാൻ പഠിച്ചിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിലടക്കം ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് നമ്മുടെ വായിക്കുന്നത്, മെമ്മറി, ലേണിംഗ് ആൻഡ് മെമ്മറി, എമോഷണൽ പ്രോസസ്സിംഗ്, നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റമാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, പെയിൻ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകൾ, പെയിൻ, ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നത്, ഇത്രയും ഫങ്ഷൻസ് നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന എൻഡോ കാനബിനോയിഡ് സിസ്റ്റം എന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഫങ്ഷൻ ആവുന്ന ഒരു തരം സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന 7 വിഷയത്തിലും പ്രോബ്ലംസ് ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ എത്ര പേരുണ്ട്? എന്തായാലും ഏതെങ്കിലും ഒരു കംപ്ലൈൻസ് നമുക്കുണ്ട്. കാരണം ഈ എൻഡോ കാനബിനോയിഡ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് പലർക്കും. കാരണം നമ്മുടെ ശരീരത്തെ ഓരോ കോശങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഓർഗൻസ് തമ്മിൽ ഒരു ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അത് പാസ് ചെയ്യാൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ നട്ടെല്ലിലൂടെ കടന്നു പോകുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിൻ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫങ്ഷൻ ആവുന്നത്. അങ്ങനെ മെസ്സേജ് പാസ് ആവണമെങ്കിൽ ഈ കാണുന്നുണ്ടല്ലോ, ഈ 2 കോശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് തമ്മിൽ ഒരു തരം ഡോട്ട് പോലെ ഒരു സംഭവം ഉണ്ട്. അത് കനാബിനോയിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരം ഉൽപ്പാദിക്കുന്ന ഒരു തരം ഹോർമോൺ ആണ്, ഒരു തരം കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ഇതാണ് ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ്സായി. ഇപ്പൊ എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് സംഭവിച്ചു, അല്ലെങ്കിൽ അകത്ത് എവിടെയെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു കട്ടി വന്നു, മുഴ വന്നു, ആ മെസ്സേജ് എന്റെ കോശങ്ങളിലൂടെ സെൻട്രൽ നെർവസിലൂടെ തലച്ചോറിലേക്ക് എത്തി ബ്രെയിൻ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ നേരാക്കാൻ, റിപ്പയർ ചെയ്യാനുള്ള വഴി ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയിലൂടെ നടപ്പിലാക്കും. അങ്ങനെ ഒരു മെസ്സേജ് പാസിംഗ് ഉണ്ട്. പക്ഷെ അത് മെസ്സേജ് പാസ്സാവണമെങ്കിൽ ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കണം. പക്ഷെ ഇത് പലർക്കും പ്രോപ്പർ അല്ല. എന്താ കാരണം? അതേ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള അതേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്ലേറ്റ്ലെറ്റുകൾ ഹൈപ്പറായിട്ട് ആക്റ്റീവായി വർക്ക് ചെയ്യാനുള്ള കാരണവും അതേ ഈ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതി എല്ലാം തന്നെയാണ്. അത് കാരണം ഇന്ന് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഡിഫിഷ്യന്റ് ആയതുകൊണ്ട് ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. ഇതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാനോബിനാൽ വേറെ ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ പ്രകൃതിയിൽ അതിന് ഒരു മെഡിസിൻ, അതിലെ ഒരു ഔഷധമുണ്ട്. അത് കണ്ടുപിടിച്ചു. ഇത് വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടുപിടിച്ചു. കനാബിസ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു ചെടി, കനാബിസ്. ഇതിൽ ഒരു 5-6 തരം വെറൈറ്റി ചെടി ഉണ്ട്. അതില് കനാബിസ് ഇൻഡിക എന്ന് പറയുന്ന ചെടി പലരും കേട്ടിട്ടുള്ളതാണ്, പലർക്കും അറിയാം. പക്ഷെ അതിൽ ദോഷം ചെയ്യുന്ന THC, ടെട്രാ ഹൈഡ്രോ കനാബിനാൽ എന്ന് പറയുന്ന ഒരു തരം കെമിക്കൽ കൂടുതലാണ്. ലഹരി ഉണ്ടാക്കുന്ന ഒരു തരം അഡിക്ഷൻ ഉണ്ടാക്കുന്ന THC കൂടുതൽ ഉള്ളത് കൊണ്ട് ഈ കനാബിസ് ഇൻഡിക എന്ന് പറയുന്ന ചെടി നിരോധിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. ഇതിൽ നിന്നും ഈ CBD ഓയിൽ ഇറക്കാൻ പാടില്ല, എക്സ്ട്രാക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ചെടി നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ആ കനാബിസ് ഫാമിലിയിൽപ്പെട്ട ചാറ്റിവ എന്ന് പറയുന്ന ഹെംപ് പ്ലാന്റ് എന്ന് പറയും,
ആ ചെടിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ആ കനാബിനോയിഡ്സ് ആവശ്യത്തിലുണ്ട്. പക്ഷെ ഈ ദോഷം ചെയ്യുന്ന THC എന്ന് പറയുന്ന ടെട്രാഹൈഡ്രോ കനാബിനാൽ 0.3% ഉണ്ട്. അതുകൊണ്ട് ഈ കനാബിനോൾ, ഈ കനാബിസ് സാറ്റിവ എന്ന ചെടിയിൽ നിന്ന് എടുക്കപ്പെട്ട CBD ഓയിൽ യൂസ് ചെയ്യാം. ആർക്ക്? ക്യാൻസർ പേഷ്യൻസിന്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പെയിൻ അനുഭവിക്കുന്ന, ഒരുപാട് നരകവേദന അനുഭവിക്കുന്ന പല പേഷ്യൻസിനും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊടുക്കാം എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, USFDA, ഇന്ത്യ ഗവൺമെന്റ് അടക്കം പല ഗവൺമെന്റും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അത്രയും ഗുണമുള്ള ഒരു ഇതാണ് കാനബിസ് സാറ്റിവയിലുള്ള CBD ഓയിൽ. പക്ഷേ ദ ഫസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ, യാർഡ് ലാബ്സ്, ഈ 0.3% THC അടക്കം റിമൂവ് ചെയ്തിട്ട് 0 THCയിൽ ഒരു ഫുഡ് സപ്ലിമെന്റ് പോലെ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഈ CBD ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് തരുന്ന ആദ്യത്തെ കമ്പനിയാണ് യാർഡ് ലാബ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ് സാർ ഇതിന്റെ ബെനിഫിറ്റ്? എന്താ ഇത്? നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? 10 ml ആണ് ഈ പ്രൊഡക്റ്റ്, 10 ml. ഇത് ഒരു 5 തുള്ളി അല്ലെങ്കിൽ 6 തുള്ളി വെച്ച് നാവിന്റെ അടിയിൽ, നമ്മുടെ നാക്കിന്റെ അടിയിൽ ജസ്റ്റ് വിടുക. വിഴുങ്ങേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായ അടച്ച് മിണ്ടാതിരുന്നാൽ മതി. ഒരു 2-3 മിനിറ്റിനകം അത് ഉമിഴ്നീരോട് കൂടി അബ്സോർബ് ചെയ്ത് നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകും. പോയാൽ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഇത് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഫസ്റ്റ്, നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ആവും. നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്, ദേഷ്യം, നമ്മുടെ എന്ത് പറയാ, ഉത്കണ്ഠ, ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ബ്രെയിൻ കോം ആവും ഫസ്റ്റ്. അത് കാരണം നല്ല രീതിയിൽ ഉറക്കം വരും. ഇത് കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. ഏതെങ്കിലും ഒരു നേരം ഫിക്സഡ് ആയിട്ട് ഒരു സമയം കഴിക്കാം. കഴിച്ചു തുടങ്ങിയാൽ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടി തുടങ്ങും. ഫസ്റ്റ് പോയിന്റ്. 2, ശരീരത്തിൽ ഏതെങ്കിലും തരം വേദന ഉണ്ടെങ്കിൽ, പെയിൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിയന്ത്രണത്തിൽ വരും. പതുക്കെ പതുക്കെ കുറഞ്ഞ് അത് ഇല്ലാതാവും. അത് മാത്രമല്ല, ഈ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ട് നമുക്കറിയാം. അപസ്മാരം, ഫിറ്റ്സ്, എപ്പിലെപ്സി, അത് മാറിയിട്ടുണ്ട്. അതേപോലെ ഓട്ടിസം, കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇത് നല്ല റിസൾട്ടാണ്. അതുപോലെ അൽസീമേഴ്സ്, ഈ ഓർമ്മക്കുറവ്, ഈ പ്രായമാവരിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ മറക്കും അവർ. അൽസീമേഴ്സ്, പാർക്കിൻസൺസ്, ഈ കൈയും കാലും വിറയ്ക്കുന്ന ഒരു തരം, തലയും കൈയും കാലും ഒക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, ഒരു നെർവസ് ഡിസോർഡർ, പാർക്കിൻസൺസ്. ഇതെല്ലാം കംപ്ലീറ്റ് പതുക്കെ പതുക്കെ തുടർച്ചയായിട്ട് ഇത് കഴിക്കുമ്പോൾ മാറിയ ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ആൾറെഡി ഉണ്ട്. അത്ഭുതകരം. കാരണം ഈ പറഞ്ഞ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒന്നിനും പെർമനന്റ് സൊല്യൂഷൻ ഒരു ട്രീറ്റ്മെന്റിലും ഇല്ല. ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിച്ചു പോകാന്നല്ലാതെ അതിന് മാറ്റാനുള്ള ഒരു ഇതില്ല. കാരണം ഇതെല്ലാം സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. പക്ഷെ ഈ CBD ഓയിൽ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോ കാനിബിനോയിഡ് സിസ്റ്റം കണക്റ്റഡ് ആവും. അതിന്റെ സിഗ്നലിംഗ് സിസ്റ്റം പ്രോപ്പർ ആയാൽ ഈ നേരത്തെ പറഞ്ഞ ഈ നിയന്ത്രണം എല്ലാം ഇത് ഏറ്റെടുക്കും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ? നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷൻ അടക്കം, നമ്മുടെ പാങ്ക്രിയാസിന്റെ ഇൻസുലിൻ ഉൽപാദനം അടക്കം നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസും എൻസൈംസും ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് ഈ സിസ്റ്റമാണ്. ഇതിലെല്ലാത്തിലും മാറ്റം വരും. ഈവൻ സെക്ഷൽ പ്രോബ്ലം ഉള്ളവർക്ക് പോലും ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആർക്ക് എന്ത് റിസൾട്ട് കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല. മനസ്സിനും നമ്മുടെ ആത്മാവിനും അതേപോലെ ശരീരത്തിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആണ്. കുട്ടികൾക്ക് പോലും ഒരു തുള്ളിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്. ആർക്ക് കൊടുക്കണം എന്നൊരു ചോദ്യം വേണ്ട. പേഷ്യൻസിനല്ല, നോർമൽ ആയിട്ടുള്ളവർക്ക് കഴിക്കാം. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ബാക്കി ഒരു 5 പ്രൊഡക്റ്റും കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് ഓട്ടിച്ച് പറയാം. പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ച് മനസ്സിലാക്കുക. കുട്ടികൾക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു 17 തരം ഔഷധങ്ങൾ മിക്സ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ്. വെറും 399 രൂപയാണ് ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്. കുട്ടികൾക്ക് വേണ്ടി വളരെ വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയിട്ടുണ്ട്. കിഡോ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും, മെമ്മറി വർദ്ധിപ്പിക്കും, സ്പീച്ച് ഡിലേ,
നേരാവും, ഡിസ്ലക്ഷ്യ വായിക്കാനും എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ മാറും, മെമ്മറി ലോസ്, ബെഡ് വെറ്റിംഗ് ബെഡിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് മാറും, സ്റ്റാമറിങ്, ഐ കോണ്ടാക്ട്, ഓട്ടിസം, ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇത്രയും ബെനിഫിറ്റ് കിട്ടും. ഒരു 2 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ 5 ml വെച്ച് കൊടുക്കാം. കുട്ടി ഒരു 10 വയസ്സിന് മുകളിലാണെങ്കിൽ 10 ml വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 2 മാസം കൊടുക്കുക. 2 മാസത്തിന് ശേഷം അവരുടെ നോട്ട്ബുക്കോ ഹാൻഡ് റൈറ്റിംഗ് ബുക്ക് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. പഴയ ബുക്കും പുതിയ ബുക്കും എടുത്ത് ചെക്ക് ചെയ്യും. ഹാൻഡ് റൈറ്റിംഗിലും അതിൽ മാറ്റം വരും. അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കുറയും. ഇതെല്ലാം ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഈ പ്രോഡക്റ്റും നേരത്തെ ഞാൻ പറഞ്ഞ CBD ഓയിലും കൊടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അടുത്തത് ഡൈജസ്റ്റീവ് സപ്പോർട്ട്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട് 3 പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്ന് ഡൈജസ്റ്റീവ് ഹെർബ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ആമാശയത്തിൽ വർക്ക് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിറ്റി, നെഞ്ചെരിച്ചൽ പോലുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു 16 തരം എക്സ്ട്രാക്റ്റും ഹെർബ്സും മിക്സഡ് ആയിട്ടുള്ള ക്യാപ്സുല്. MRP 690 രൂപ. MRP ജസ്റ്റ് ഒരു ക്യാപ്സുൽ വെച്ച് ഏതെങ്കിലും ഒരു നേരം കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നെഞ്ചരിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെറുകുടലിൽ ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞ് 2 തരം ബാക്ടീരിയാസ് ഉണ്ട്. അത് ഗുഡ് ബാക്ടീരിയ ആണ് നമ്മുടെ ദഹനത്തിന്, ഡൈജഷന് സപ്പോർട്ട് ചെയ്യുന്നതും അബ്സോർപ്ഷൻ, നമ്മുടെ ഭക്ഷണത്തിലുള്ള പോഷണങ്ങളെ വലിച്ചെടുക്കുന്നതും ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നല്ല ബാക്ടീരിയ ആണ്. പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഗുഡ് ബാക്ടീരിയ. അത് വളരാൻ വേണ്ട പ്രീബയോട്ടിക് എന്ന് പറയുന്ന ഒരു തരം ഫൈബർ, എൻസൈംസ്, നമ്മുടെ ദഹനത്തിന് വേണ്ട എൻസൈംസ്, ഇതെല്ലാം കൂടി ഒരു ക്യാപ്സുലിൽ ഉണ്ട്. ക്യാപ്സുലിന്റെ പേര് തന്നെ ബിഫോർ മീൽ ക്യാപ്സുൽ. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം. ഒരു ദിവസം ഒരു ക്യാപ്സുൽ കഴിച്ചാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞ ഡൈജസ്റ്റീവ് ഹെർബ്സും ഒരെണ്ണം, ഏതെങ്കിലും ഒരു നേരം ഒരെണ്ണം, ഈ പറയുന്ന ബിഫോർ മീൽ ക്യാപ്സുൽ ഒരെണ്ണം. മൂന്നാമത്തെ പ്രൊഡക്റ്റ്, ഡൈജഷനിലെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ലീക്കി ഗട്ട് എന്ന് പറയും. ലീക്കി ഗട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചെറുകുടലിലാണ് ഈ പറയുന്ന ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞുള്ള 2 തരം ബാക്ടീരിയാസ് ഉണ്ട്. ഗുഡ് ബാക്ടീരിയ കൂടുതൽ ഉണ്ടെങ്കിൽ ബാഡ് ബാക്ടീരിയ കുറയും, കോൺസ്റ്റിപ്പേഷൻ കുറയും, അതേപോലെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കും. അഥവാ ഗുഡ് ബാക്ടീരിയ കുറഞ്ഞ് നമ്മുടെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ എപ്പോഴും ഈ പെപ്സിയും സ്പ്രൈറ്റും ഈ ലിംക അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ടാണ്. അത് കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയ നശിച്ചു പോകും. അപ്പൊ ഇൻഡൈജഷൻ ഉണ്ടാവും, ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കുടലിനകത്ത് ചെറിയ നമ്മൾ ഭക്ഷണ രീതി കാരണം ഇതിനകത്ത് ഡാമേജ് ഉണ്ടായി, ഇതിനകത്ത് ചെറിയ ഹോൾസ് ഉണ്ടാവും, അൾസർ ഉണ്ടാവും. അതിനകത്തുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു മെംബ്രെയിൻസ് ഉള്ള എപ്പിത്തീലിയൽ കോട്ടിംഗ് എന്ന് പറയും. വഴുവഴാന്ന് പറഞ്ഞ ഒരു കുടലിനകത്ത് ഒരു കോട്ടിംഗ് ഉണ്ട്. അത് ഡാമേജ് ആയിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെ ഈ പാത്തോജൻസ്, ബാഡ് ബാക്ടീരിയ ഈ ഹോൾസിലൂടെ കടന്ന് രക്തത്തിലേക്ക് കലരും. രക്തത്തിലേക്ക് ഇത്തരം വൈറസും ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയസും കലർന്നാൽ നമുക്ക് വരുന്ന ഇഷ്യൂസ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, സ്കിൻ റാഷസ്, സോറിയാസിസ് പോലുള്ള സ്കിൻ പ്രോബ്ലംസ്, അതേപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, വാദം എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ വരാനുള്ള കാരണം രക്തത്തിൽ നമ്മുടെ ഇതുപോലുള്ള കൃമികൾ, വൈറസും ബാക്ടീരിയവും മിക്സ് ആവുമ്പോഴാണ് വരുന്നതാണ്. അതിന്റെ കാരണം നമ്മുടെ ചെറുകുടലിനകത്തുള്ള ലീക്കി ഗട്ട് എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. അതിലൊരു പ്രൊഡക്റ്റ്, നമുക്ക് ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ഉണ്ട്, അൾട്ടിമേറ്റ് ഗട്ട് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. പൗഡർ രൂപത്തിലുണ്ടാകും, അതിലൊരു സ്കൂപ്പ് ഉണ്ടാകും. ഒരു സ്കൂപ്പ് എടുത്ത് ഒരു നേരം വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഒരു 100 ml അല്ലെങ്കിൽ 150 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ഫ്ലേവർ ഉണ്ടാവും. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ചെറുകുടലിനകത്തുള്ള ആ പറയുന്ന എപ്പിത്തീലിയൽ കോട്ടിംഗ് നോർമൽസ് ഇതിലേക്ക് വരും. ആ ഹോൾസ് എല്ലാം അടഞ്ഞ് ആ ലീക്കി ഗട്ട് പ്രശ്നം പെർമനന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ 3 പ്രൊഡക്റ്റ് 1 മാസം എടുക്കാം. ഒറ്റ മാസം എടുത്താൽ മതി. ഈ പറയുന്ന വയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇഷ്യൂസും സൊല്യൂഷൻ ഉണ്ടാവും. ഇത് ഒരു പ്രൊഡക്റ്റ്. അതേപോലെ ഡയബറ്റിക്കിന് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു 7 പ്രോഡക്ട്സ് മാത്രമേ നമുക്കുള്ളൂ. ഇത് പ്രോഡക്ട്സിന്റെ റേഞ്ച് ആണ്. ഓക്കെ, റൈറ്റ്.